കോർഡിനേറ്റർ എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്നു. അതിന് തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ സാധിച്ചതിന്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള മൈ ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനിയിലെ നമ്പർ 1 ഓർഗനൈസേഷൻ ആയിട്ടുള്ള സക്സസ് ബെറി ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷനിൽ എത്തിപ്പെട്ടതിന് നമുക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു മേഖലയും കൈകാര്യം ചെയ്യണമെങ്കിൽ അറിവ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ തരാൻ വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിട്ടുള്ള നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള മനോജ് സാർ ആൻഡ് ലതാ മാഡത്തിനും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം നമ്മുടെ ടീമിലെ എല്ലാ മെമ്പേഴ്സും രാവിലെയുള്ള ഈ ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് എല്ലാവരും തന്നെ ഉറപ്പുവരുത്തണം. ഇതിൽ പങ്കെടുക്കാത്ത ഓരോ വ്യക്തികൾക്കും തീരാ നഷ്ടം തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം ഡെയിലി വരുന്ന ഓരോ സെഷനുകളും അത്രമാത്രം നല്ല വാല്യുബിൾ ആയിട്ടുള്ള സെഷനുകളാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ഷണിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, 10-23 വർഷക്കാലം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു മദ്രസ അധ്യാപകനായിക്കൊണ്ടിരിക്കെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിലൂടെ ഈ ഒരു ബിസിനസ് അവസരം അറിയുകയും അദ്ദേഹം പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുകയും അതുവഴി അദ്ദേഹം ഇതിലുള്ള ബിസിനസ് അവസരം തിരിച്ചറിയുകയും വളരെ ശക്തമായി പാഷനായി തന്നെ എന്തൊക്കെ റിജക്ഷനുകൾ വന്നിട്ടും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും ഈ ഒരു അവസരം മുറുകെ പിടിച്ചുകൊണ്ട് ഈ അവസരത്തിന്റെ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം മുറുകെ പിടിച്ചെന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ അടങ്ങുന്ന ഒരുപാട് ടീമുകൾ അദ്ദേഹത്തിന്റെ താഴെ വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇന്ന് അദ്ദേഹം സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അദ്ദേഹം റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് കരസ്ഥമാക്കുന്നുണ്ടായിരിക്കും. ഇന്ന് അദ്ദേഹത്തെ ക്ഷണിക്കാൻ കഴിഞ്ഞ് ഞാൻ വളരെ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ലത്തീഫ് ഉസ്താദ് സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ, വിനയത്തോടെ അദ്ദേഹത്തെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു. സാർ, പ്ലീസ് വെൽക്കം ഓൺ ദി സ്പോട്ട് ലൈറ്റ്. ഓക്കെ, താങ്ക് യു അമിത മാഡം. വളരെ നല്ല രീതിയിൽ എന്നെ പരിചയപ്പെടുത്തി. അമിത മാഡം ഈ നമ്മുടെ കമ്പനിയുടെ ATC എന്ന റാങ്ക് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത് തന്നെ DTC എന്ന റാങ്കിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന എന്റെ ടീമിലെ വളരെ എനർജിക്കായ ലീഡറാണ് നമ്മുടെ അമിത മാഡം. വളരെ സീരിയസ് ആയി നമ്മുടെ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നിരവധി ടീമിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് അമിത മാഡം. അമിത മാഡത്തിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും നമ്മുടെ സക്സസ് ബെറി തന്നെ ഉറ്റുനോക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ അമിത മാഡം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാം. എന്നെ പരിചയപ്പെടുത്തി അബ്ദുൽ ലത്തീഫാണ്, മദ്രസ അധ്യാപകനായിരുന്നു. ആ അവസരത്തിൽ തന്നെ പല മേഖലയിലും വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. ആദ്യമായി തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. പിന്നെ എന്നെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇവിടെ കിട്ടിയ വിഷയം ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്കാണ്. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ വിഷയം ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് എനിക്ക് തരാൻ കാരണം, ഞാനൊരു ഹാർഡ് വർക്കർ ആയിരുന്നു. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പണിയോട് കൂടെ തന്നെ ഒരുപാട് പണികൾ ഒന്നിച്ച് ചെയ്തിരുന്ന സമയത്താണ് ഈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ എന്റെ വിഷയം ഇതുമായി ഒത്തുനോക്കുമ്പോൾ എനിക്ക് തന്നെ കിട്ടേണ്ട വിഷയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യമായി എന്നെ വിഷയത്തിലേക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ റെഡിയാക്കിയ സക്സസ് ബെറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. SBG ആണ് നമ്മുടെ എല്ലാം. SBG ടീം, അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടർ ലതാ മാഡം, മനോജ് സാറ്, അതുപോലെ തന്നെ ഗ്രേറ്റ് ലീഡർമാരായ NTC ലീഡേഴ്സ്, RTC ലീഡേഴ്സ്, അതുപോലെ തന്നെ STC, അതുപോലെ എല്ലാ ലീഡേഴ്സിനെയും ഈ സമയത്ത് ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം അവരാണ് ഒരു സാധാരണ ഒരു മദ്രസ ഉസ്താദായ എന്നെ ഒരു ബിസിനസ് മേനാക്കി മാറ്റിയ ഓരോരോ ബാലപാഠങ്ങളും ഇതിന് വേണ്ട ഓരോ ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും നേരിട്ട് എനിക്ക് തന്നുകൊണ്ട്, അതുപോലെ തന്നെ ലീഡേഴ്സ് കൈപിടിച്ചുകൊണ്ട് ഒരു ചെറിയ ഒരു LKG വിദ്യാർത്ഥിയെ എങ്ങനെ ഡെവലപ്പ് ആക്കാൻ പറ്റും എന്ന രീതിയിൽ നല്ല രീതിയിൽ എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തി ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ഓരോരോ ബാലപാഠങ്ങളും എന്നെ പഠിപ്പിച്ച സക്സസ് ബെറി ഗ്ലോബൽ ഓർഗനൈസേഷന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്.
അതുപോലെ തന്നെ എല്ലാ ലീഡേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ കാരണം, ഞാൻ മദ്രസ അധ്യാപകനായിരുന്നു. രാവിലെ 7 മണിക്ക് മദ്രസയിൽ നിന്ന് ഒരു സെഷൻ കഴിയും. കാരണം 6 മണി 6:15 ആകുമ്പോൾ മദ്രസയിൽ എത്തണം. 7 മണിക്ക് ഒരു ക്ലാസ് കഴിയും. അങ്ങനെ 7-7:30 ആകുമ്പോൾ വേറെ 8 മണിന്റെ ഉള്ളിൽ വേറെ ക്ലാസ് കഴിയും. അങ്ങനെ 9:30 ആകുമ്പോൾ 3 ക്ലാസ് എടുത്തിരുന്ന ഞാന് അതിനുശേഷം എന്റെ യൂണിഫോം മാറ്റും. പിന്നെ മദ്രസ അധ്യാപകനായ ഞാന് കരാട്ട ക്ലാസ് എടുത്തിരുന്നു. അതുപോലെ തന്നെ വയറിങ്, പ്ലംബിങ്, അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഞാൻ തെങ്ങ് കയറ്റം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹാർഡ് വർക്കറായിരുന്നു ഞാൻ. എന്നാൽ ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തത് കൊണ്ട് എല്ലാ ഹാർഡ് വർക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ ബിസിനസിന്റെ റിസൾട്ടിലൂടെ ഈ അവസരം ഏറ്റെടുത്തുകൊണ്ട് നിരവധി ലീഡേഴ്സിന്റെ കഴിവോടുകൂടി അവരുടെയൊക്കെ ഹെൽപ്പോടുകൂടി ഞാൻ ഈ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററായി. ഇപ്പോൾ ഒരു ഹാർഡ് വർക്കും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതില് ഹാർഡ് വർക്കറാണ്. മറ്റുള്ള എല്ലാ മേഖലകളും മാറ്റിവെച്ചുകൊണ്ട് 100% സന്തോഷത്തോടു കൂടിയാണ് ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതിന് എന്നെ ഇതിൽ ഒരു അവസരം എനിക്ക് കാണിച്ചു തന്ന ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എനിക്ക് ഈ അവസരം കാണിച്ചു തന്നത്, എന്റെ നാട്ടിൽ കൊണ്ടുവന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ഗോയിൻ NTC ഷുക്കൂർ സാറാണ്. ഷുക്കൂർ സാറിനെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. എനിക്ക് പ്ലാൻ പറഞ്ഞു തന്നത് അന്ന് ഇവിടെ ഒരു മീറ്റിംഗിൽ നമ്മുടെ ഗോയിൻ CTC നിശാന്ത് സാറാണ്. ഇപ്പോൾ NTC ആയി ടൈറ്റൻസ് ഗ്രൂപ്പിന്റെ അമരക്കാരൻ നിശാന്ത് സാറാണ്. നിശാന്ത് സാറിനെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഹാർഡ് വർക്ക് പഴയ കാലത്തിന്റെ ആശയമാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു, നല്ലോണം പഠിക്കണം, ഒരു ജോലിക്കാരനാവണം, ഒരു പോലീസോ അല്ലെങ്കിൽ ഒരു മാസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും മേഖലയിൽ എത്തിപ്പെടണമെന്നാണ് പഴയ കാലത്തിന്റെ ആശയം. എന്നാൽ ഇന്ന് കാലം മാറി. കാലത്തിന്റെ ഓരോരോ ചുമരെഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത് കാലഘട്ടം സ്മാർട്ടിന്റെ കാലഘട്ടമാണ്. അതായത് ഹാർഡ് വർക്കിന്റെ കാലഘട്ടമല്ല. ഇന്ന് ഓരോരോ കോടികളും അതുപോലെ തന്നെ വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് സ്മാർട്ട് വർക്കിലൂടെയാണ്. പ്രത്യേകിച്ചും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും വരുമാനം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ വാങ്ങുന്നുണ്ട്. അത് സ്മാർട്ട് വർക്കിലൂടെയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ട നമ്മുടെ കമ്പനി MA ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിൽ, അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനിലാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത്. നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ, അതും നമ്മുടെ ഒരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ലീഡേഴ്സിന്റെയും താഴെയാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ടത്. അതിന്റെ ഫലമാണ് നമ്മുടെ ഓരോരോ റാങ്കുകളും അച്ചീവ്മെന്റും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷനിലും ഈ കമ്പനിയിലും നമ്മൾ എത്തിപ്പെട്ടത്, ഇതിനു വേണ്ടി ഞാൻ എല്ലാ ദിവസവും നന്ദിയോടെ, എല്ലാ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഏത് സമയത്തും നന്ദിയോടെ ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ഇതിലില്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്നുള്ളത്. ഞാൻ ഇന്നലെ ഒരു വർക്കിന് പോകുന്ന സമയത്ത് എന്റെ മുന്നിലൂടെ ഒരു ഗുഡ്സ് വണ്ടിയിൽ പച്ചക്കറിയുമായി കൊണ്ടുപോകുന്ന ഒരു ആളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ഇതിലില്ലെങ്കിൽ ഞാൻ ഈ പച്ചക്കറി വണ്ടിയുടെ ഡ്രൈവർ ആയിരിക്കും. കാരണം എനിക്ക് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഈ ബിസിനസ്സിൽ ഞാൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്റെ അവസ്ഥ ഇന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നത്തെ പ്രാർത്ഥനയിൽ വരെ ഈ അവസരം കാട്ടിത്തന്ന ആളുകൾക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദിയോടെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹാർഡ് വർക്കിന്റെ ബിസിനസ് അല്ല, ഇത് സ്മാർട്ട് വർക്കിന്റെ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബിസിനസ് ഹാർഡ് വർക്കും ആകും സ്മാർട്ട് വർക്കും ആകും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി ഞാൻ ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ സ്മാർട്ട് വർക്ക് ആക്കാൻ പറ്റും. അതിനെന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഓരോ ആഴ്ചയിലും നമുക്ക് പ്ലാനിങ് വേണം. ഓരോരോ വ്യക്തികൾക്കുള്ള പ്ലാനിങ്ങും നമ്മുടെ ടീമിന്റെ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് സ്മാർട്ട് വർക്ക് ആക്കാൻ പറ്റുള്ളൂ. കാരണം
നമ്മൾ ഏതൊരു കാര്യത്തിനും പ്ലാനിങ്ങോട് കൂടി ചെയ്താലാണ് അത് വിജയിക്കുള്ളൂ. ഒരു കല്യാണം നമ്മൾ വീട്ടിൽ നടത്തുകയാണെങ്കിൽ അതിനൊരു പ്ലാനിങ് വേണം. നമ്മുടെ മുതിർന്നവരായ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ നിശ്ചയം എന്നൊക്കെ പറയും. അതുപോലത്തെ ആ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കും, എങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാനിങ് വേണം. എവിടെയൊക്കെ പന്തല് കെട്ടണം, അതുപോലെ തന്നെ ഏത് ഭക്ഷണമാണ് നമ്മൾ വെക്കേണ്ടത്, അതുപോലെ എത്ര ആളുകളെയാണ് നമ്മൾ വിളിക്കേണ്ടത്, എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ പ്ലാനിങ്ങോട് കൂടി നമ്മളിത് ഏറ്റെടുത്ത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഒരു പ്ലാനിങ് ആണ് അതിന് വേണ്ടത്. ആ പ്ലാനിന്റെ റിസൾട്ട് ആണ് ആ വീടായിട്ട് മാറുന്നത്. പ്ലാനിങ് അല്ലാതെ നമ്മുടെ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോ കുളിമുറി വേണ്ട സ്ഥലത്ത് ഡൈനിങ് ഹാൾ വരും, കക്കൂസ് വേണ്ട സ്ഥലത്ത് കിച്ചൺ വരും. ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പ്ലാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ പിന്നെ പൊളിക്കേണ്ട ഒരുപാട് പ്രയാസങ്ങൾ വരും, വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നല്ലൊരു റിസൾട്ട് കിട്ടൂല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്സും. കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി ഒരു അപ്ലൈൻ മെന്ററുടെ സഹായത്തോടു കൂടി നമ്മുടെ ഈ ബിസിനസ്സിന് നമ്മൾ പ്ലാനിങ് ഉണ്ടാക്കണം. ആ പ്ലാനിങ്ങോട് കൂടി വർക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഉയരാൻ സാധിക്കും. പ്ലാനിങ് ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടം മാത്രമായിട്ട് മാറും. ഒരുപാട് വർക്ക് നമ്മൾ ചെയ്യും, പക്ഷെ അതിന് റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് ഈ വർക്കിന് ഒരു പ്ലാനിങ് ഉണ്ടാക്കണം. അതിന് നമ്മുടെ എല്ലാ ലീഡേഴ്സും നമ്മൾ സഹായിക്കാനുണ്ട്. എല്ലാ TC മുതൽ ATC, DTC, അതുപോലെ തന്നെ ZTC മുതൽ എല്ലാ NTC, RTC മുതൽ എല്ലാ റാങ്കിലുള്ളവരും നമുക്ക് വേണ്ടി പ്ലാനിങ് റെഡിയാക്കി തരും. അതിന് അവിടെ അടുത്തിരുന്നു കൊണ്ട് സാറേ എന്റെ മെന്റർ നിങ്ങളാണ്, നിങ്ങൾ എനിക്ക് ഈ ടാർഗറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി, ഇന്ന റാങ്ക് അടിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പ്ലാനിങ് നമുക്ക് ഉണ്ടാക്കി തരും. അതാണ് ഇതിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത്. ഈ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ വർക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓട്ടം മാത്രമായിട്ട് റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാനിങ്ങോട് കൂടി വർക്ക് ചെയ്യുക. രണ്ടാമതായി നമുക്ക് വേണ്ടത്, നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് വേണം. അതുപോലെ തന്നെ ഒരു ഡ്രീമും വേണം, ഗോളും വേണം. ആ ഡ്രീമും ഗോളും നമ്മുടെ അപ്ലൈൻ മെന്ററോട് പറഞ്ഞുകൊണ്ട് ഇതെനിക്ക് ഇന്ന സമയം കൊണ്ട് ഞാൻ ഇന്ന റാങ്കിൽ എത്തണം, ആ സമയത്ത് എനിക്ക് ഇന്നൊരു ഡ്രീം ഉണ്ട്, അത് അച്ചീവ് ചെയ്യണം, അതിന് ഇത്ര കാശ് വേണം, ആ കാശിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീമും ഗോളും അവർ റെഡിയാക്കി തരും. അതിന് ഇന്ന സ്ഥലത്ത് ഇന്ന ലീഡറെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ റാങ്ക് മാറ്റിയാൽ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും, ഇത്രയും കാശ് നമ്മളെ അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രീമും ഗോളും നമ്മൾ എഴുതി വെച്ചുകൊണ്ട് ആ ഗോള് കരസ്ഥമാക്കാൻ വേണ്ടി നമുക്ക് വർക്ക് ചെയ്താൽ അത് ഒരിക്കലും നമുക്ക് പരാജയപ്പെടൂല. കാരണം ഇതൊരു ടീം വർക്കാണ്, ഒറ്റക്കൊറ്റക്കല്ല. നമ്മുടെ താഴെ ഒരു 5 പേരുണ്ടെങ്കിൽ ആ 5 പേരുടെ ഡ്രീമും ഗോളും എഴുതി അത് അവരുടെ ഒരു ആവശ്യമാക്കി മാറ്റണം. കാരണം എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുമ്പോൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ എന്റെ ടീമിലുള്ള ഒരുപാട് ആളുകളുടെ ഒരുപാട് ആവശ്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ആ ടീം ഒന്നിച്ച് ഈ ഗോള് കരസ്ഥമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഡ്രീം കരസ്ഥമാക്കാൻ വേണ്ടി ഒന്നിച്ചു ഓടുമ്പോൾ ആ ഓട്ടം നമ്മുടെയും കൂടി ഓട്ടമാണ്. കാരണം നമ്മുടെ വിജയം നമ്മുടെ ടീമിന്റെ വിജയമാണ്. അതുകൊണ്ട് നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർക്കും ഓരോ ഡ്രീം സെറ്റ് ചെയ്യണം, ഗോള് സെറ്റ് ചെയ്യണം. ആ ഗോളിനും ഡ്രീമിനും വേണ്ടി അവർ പണിയെടുക്കണം. നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ ടീം ആയിക്കൊണ്ട് അവരുടെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ ദിവസവും ഓരോ ഡ്രീം സെറ്റ് അല്ല ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും നമുക്ക് ഗോള് വേണം, ഓരോ മാസത്തിലും ഗോള് വേണം, ഒരു വർഷത്തിലൊരു ഗോള് വേണം. അതാണ് നമ്മുടെ വെറി ഡേ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. ഇത്ര ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു ദിവസം ഇത്ര വോളിയം വേണം, ഒരാഴ്ചയിൽ ഇത്ര വോളിയം വേണം, ഒരു മാസത്തിൽ ഇത്ര വോളിയം വേണം എന്ന് എഴുതി വെച്ചുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി അരയും തലയും മുറുക്കിക്കൊണ്ട് നമ്മൾ പണിയെടുത്താൽ ഒരിക്കലും അത് പരാജയപ്പെടൂല. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകണമെന്ന് ലീഡേഴ്സ് പറയുന്നത്. 4 ബേസിക്കും അതുപോലെ തന്നെ വെരി 007 അതുപോലെ തന്നെ 3 നവേഴ്സ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിജയിച്ച ലീഡേഴ്സ് നമുക്ക് ഇട്ടുതരുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ ഇത് കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ
റോയൽ ഡയമണ്ട് ആയ മുബീൻ സാറാണ് ഇതിന്റെ ഒരു തല പിടിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഡ്രീമും ഗോളും കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഭാഗം നമ്മുടെ മുബീൻ സാറിന്റെ കയ്യിലാണുള്ളത്. ആ മുബീൻ സാർ എല്ലാ ദിവസവും നമ്മുടെ ഗ്രേറ്റ് ലീഡറായ, നമ്മുടെയൊക്കെ ഫൗണ്ടറായ, നമ്മുടെയൊക്കെ ഏത് സമയത്തും നമ്മോട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മനോജ് സാറിന് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ ടീമിന്റെ കാര്യവും നമ്മുടെ ഓരോ ലീഡേഴ്സിന്റെ കാര്യവും നമ്മുടെ മനോജ് സാറ് മുബീൻ സാറോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മനോജ് സാറ് തൊട്ട് താഴെയുള്ള ഓരോരോ NTC ലീഡേഴ്സിനോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന RTC ലീഡേഴ്സിനോട് NTCകൾ പറയുന്നുണ്ട്. ഈ RTC ലീഡേഴ്സ് STCയോട് പറയുന്നുണ്ട്. STCകൾ അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള ഓരോ TC, ATC, DTC, ZTC ലീഡേഴ്സിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരാണ് അതിന്റെ താഴെയുള്ള ബെറി സ്റ്റാർ മുതൽ ബെറി ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ട്രാക്കർ തുടങ്ങിയുള്ള ഓരോരോ ലീഡേഴ്സിനോടും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മോട് ശരിക്കും സംസാരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ മുബീൻ സാറാണെന്ന് മനസ്സിലാക്കണം. ഈ കണക്ഷൻ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ഹാർഡ് വർക്ക് ആവും. അത് നമ്മുടെ സ്വന്തം മൈൻഡിലുള്ള വർക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവസാനം ഇതിൽ നമ്മൾ ഒന്നുമല്ലാത്ത രൂപത്തിൽ നമ്മൾ ഇട്ടുകൊണ്ട് വീണുപോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കയറ് നിങ്ങൾ മുറുകെ പിടിക്കണം. നമ്മുടെ ശിഷ്ടമാകുന്ന ഈ കയറ് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ലീഡേഴ്സ് എന്തൊക്കെ നമ്മളോട് പറയുന്നു അത് ചോദ്യം ചെയ്യാതെ, അത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയല്ല അത് സംഭവിക്കുക എന്നൊന്നും നോക്കണ്ട. കാരണം ഇതില് റോയൽ ഡയമണ്ട് ആയ മുബീൻ സാറാണ് ഇതിന്റെ തലപ്പത്തുള്ളത്. ഒരുപാട് കാലം എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത, ഒരുപാട് ഡയമണ്ടുകളെ ക്രിയേറ്റ് ചെയ്ത മുബീൻ സാറാണ് ഇതിന്റെ തലപ്പത്തുള്ളത്. ഡയമണ്ട് ആകാൻ പോകുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറാണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത് സക്സസ് ബെറി എന്ന ഈ ഗ്രൂപ്പിലൂടെ, ഈ ഓർഗനൈസേഷനിലൂടെ. അതുകൊണ്ട് തന്നെ അത് വിശ്വസിച്ചുകൊണ്ട് ഈ കണ്ണി മുറിയാതെ നമ്മുടെ ഓരോരോ അപ്ലൈ മെന്റർമാരെ നമ്മൾ തീരുമാനിച്ചുകൊണ്ട് ആ മെന്ററോട് പറയണം, സാറേ നിങ്ങൾ എന്റെ മെന്ററാണ്, എനിക്കിതിൽ വിജയിച്ചേ പറ്റൂ, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെന്ററെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ മെന്ററുടെ മേൽനോട്ടത്തിലൂടെ നമുക്ക് പ്ലാനിങ് ഉണ്ടാക്കണം. ആ പ്ലാനിങ് അനുസരിച്ച് വർക്ക് പോയാലാണ് നമ്മൾ ഇതിൽ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം അഭിപ്രായത്തിന് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് 46-ാമത്തെ വയസ്സായി, ഞാൻ ഇതിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. എന്നാൽ ഈ 3 വർഷം മുമ്പ് വരെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വിജയിച്ചിട്ടില്ല. പക്ഷേ 3 വർഷത്തിന് ശേഷം എന്റെ ഈ സക്സസ് ബെറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ എന്റെ കൈ പിടിച്ചു. അതുകൊണ്ടാണ് എനിക്കിതിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിച്ചത്. ഇതില് ഈ ഇപ്പോ STCയും അടുത്ത് തന്നെ RTCയും NTCയും അതുപോലെ തന്നെ ഡയമണ്ട് വരെ ആകാം എന്ന ഒരു പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ കിട്ടുന്നത് ഈ സക്സസ് ബെറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ആണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, എനിക്ക് നേരിട്ട് ഒരു 10-20 ആളുകളെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ ഈ സിസ്റ്റവും അപ്ലൈനുമായി കണക്ട് ചെയ്താൽ ഈ സിസ്റ്റത്തിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റവുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആദ്യം അവസാനം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സിസ്റ്റം കണക്റ്റഡ് ആവണം. സിസ്റ്റം കണക്ട് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ബിസിനസ് പോകും. അതിലൂടെ നമുക്ക് അച്ചീവർ ക്രിയേറ്റ് ചെയ്യാനോ നമ്മുടെ ഡ്രീമുകളും കരസ്ഥമാക്കാനോ നമുക്ക് സാധിക്കൂല. അതുകൊണ്ട് എല്ലാവരും സിസ്റ്റമാറ്റിക് ആയി പോവുക. ഇതിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ അത് നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും. ഇന്ന് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഉൽപ്പന്നം എടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മൾ അവിടെ വീട്ടിലെത്തണം. അവിടെ എത്തിക്കൊണ്ട് 1/2 മണിക്കൂർ നമ്മൾ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഡയറിയും പേനയും എടുത്ത് ഈ ലിസ്റ്റ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ലിസ്റ്റ് ഇല്ലാതെ ഈ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കാരണം ഈ 4 ബേസിക് എന്ന ഈ തറ, ഈ അടിത്തറക്ക് 1ാമത്തെ കല്ല്, അതിന്റെ മൂലക്കല്ലാണ് ഈ ലിസ്റ്റ് ബിൽഡിങ്. അത് സ്റ്റാർട്ട് ചെയ്യാതെ ആ ലിസ്റ്റ് ഇട്ടുകൊണ്ട് അവിടെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ ഒരു ലീഡറെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഒരു മീറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്കും അതിന്റെ ചുറ്റുപക്കത്തുള്ള അയൽവാസികൾക്കും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, എന്താണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ആദ്യമായി ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നമുക്ക് കിട്ടിയാൽ ചെയ്യേണ്ടത് 1ാമത്തെ കാര്യം ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. അത് സിസ്റ്റമാണ്. ലിസ്റ്റ് ബിൽഡ് ചെയ്യാതെ നമ്മൾ ഒരാളുടെ വീട്ടിൽ മീറ്റിംഗ് വെക്കുക,
അല്ലെങ്കിൽ അയാളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് കൊണ്ടുപോയി അവസാനം ഒരു 5-6 ആളുകളെ കാണുമ്പോൾ ഒരു ക്ലോസിംഗും നടന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാകും ഇത് നടക്കൂല. അങ്ങനെ അതോടുകൂടി അയാളുടെ മൈൻഡിൽ നിന്ന് ഈ ബിസിനസ് കുറഞ്ഞു പോകും. അതിന് നമ്മൾ ചെയ്യേണ്ടത് 200 പേരുടെ ലിസ്റ്റ് ഇട്ടതിന് ശേഷം അവിടെ ഒരു മീറ്റിംഗ് വെക്കുക. അങ്ങനെ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി ഒരു 10 ആളെ കണ്ടിട്ടും ഇതിൽ ഒരാളും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇനി 10 ആളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ബാക്കി 190 ആളുകളും നമ്മളുടെ ലിസ്റ്റിലുണ്ടല്ലോ, അവരെ നമുക്ക് കാണാനുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പ്ലാൻ കൊടുത്തതിന് ശേഷം ശുക്കൂർ സാറിന് കിട്ടിയ ഒരാളാണ് ഞാൻ. ഏകദേശം 36 ആളുകൾക്ക് പ്ലാൻ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ടീമിൽ ഒരാൾ വന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ ഈ ലിസ്റ്റിൽ ആളുണ്ടെങ്കിൽ നമുക്കൊരു നിരാശ വരൂല. അതുകൊണ്ട് തന്നെയാണ് കമ്പനി പറയുന്നത്, സിസ്റ്റം പറയുന്നത്, നിങ്ങൾ ഒരാളെ കിട്ടിയാൽ ആദ്യമായിക്കൊണ്ട് നിങ്ങൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യണം, ആ ലിസ്റ്റിലൂടെ വർക്ക് പോകണം. അപ്പോഴാണ് ആ ലിസ്റ്റ് എഴുതിയ ആൾക്കും വരുമാനം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ താഴെ ഒരുപാട് ആളുകളെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഒരു ഭാഗം മാത്രം വോളിയം കയറ്റി കഴിഞ്ഞാൽ അയാൾക്ക് വരുമാനം കിട്ടൂല. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആളുകളുടെ സ്പോൺസർ ചെയ്യുന്നതിന് പുറമെ ആ ലിസ്റ്റ് വർക്ക് പോകണം. അപ്പോഴാണ് വന്ന ആളുകൾ ബെറി സ്റ്റാറും ബെറി ഡബിൾ സ്റ്റാറും ഫാസ്റ്റ് ട്രാക്കറും ടീം കോർഡിനേറ്ററും ഇങ്ങനെയുള്ള ഓരോരോ റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്ത് നമുക്കും ഇതിൽ വളരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വർക്ക് ലിസ്റ്റിലൂടെ പോകണം. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ഇല്ലാതിരിക്കുകയില്ല. കാരണം ഏത് വർക്ക് ഇല്ലെങ്കിൽ ഇന്ന് എവിടെ വർക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് ധാരാളം വർക്കുകൾ ആ ലിസ്റ്റിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം പറയുന്ന ഒന്നാമത്തെ കാര്യം, ലിസ്റ്റിലൂടെ നമ്മൾ വർക്ക് പോകണം. ലിസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്താൽ നമുക്ക് ഹാർഡ് വർക്കായിട്ട് മാറും. ലിസ്റ്റിലൂടെ വർക്ക് ചെയ്താൽ സ്മാർട്ട് വർക്കായിട്ട് മാറും. കാരണം ആ ലിസ്റ്റിലൂടെ വർക്ക് ചെയ്യുമ്പോൾ അയാൾ ബെറി സ്റ്റാർ ലീഡർ ആകും, പിന്നെ ബെറി ഡബിൾ സ്റ്റാർ ലീഡർ ആകും, ഫാസ്റ്റ് ട്രാക്കർ ലീഡർ ആകും. അതുപോലെ തന്നെ അയാൾ ടീം കോർഡിനേറ്റർ ആകും. ടീം കോർഡിനേറ്റർ ആകുമ്പോൾ ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തുകൊണ്ട് അയാൾക്ക് ഈ ബിസിനസ് സ്വന്തമായി കൊണ്ടുപോകാനുള്ള ഒരു ലീഡറായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ വർക്ക് അവിടെ ലിവറേജ് ചെയ്യും. കാരണം നമ്മുടെ താഴെ ഒരു ടീം കോർഡിനേറ്ററായി നമ്മുടെ വർക്ക് അവിടെ പകുതിയായി ചുരുങ്ങും. അങ്ങനെ ഒരു 5-6 ടീം കോർഡിനേറ്ററുകൾ നമ്മുടെ ടീമിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ലീഡേഴ്സ് ഓരോരോ വർക്കുകളും ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഇനി ഞാൻ RTC ആകുമ്പോ എനിക്ക് കമ്മി ഒരു 25 ലക്ഷമാണെങ്കിൽ എന്റെ താഴെ ഒരു 5 TCകൾ 5 ലക്ഷം ക്ലോസ് ചെയ്യുന്നതോടുകൂടി എന്റെ ടാർഗറ്റ് 25 ലക്ഷം പൂർത്തിയാകും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ താഴെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ആ ലീഡേഴ്സിനെ ട്രെയിനിങ്ങും കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഒറ്റയ്ക്ക് ചെയ്യാനും ഒരുപാട് ആളുകളെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ലീഡറാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ടൈം ലിവറേജും അതുപോലെ തന്നെ നമ്മുടെ പവറും ഒക്കെ ലിവറേജ് ചെയ്തുകൊണ്ട് വർക്കും ലിവറേജ് ചെയ്തുകൊണ്ട് നമുക്ക് സഹായത്തിന് ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ താഴെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലിസ്റ്റ് ബിൽഡിങ് ഈ ബിസിനസ്സുമായി നമ്മുടെ ഹാർഡ് വർക്കിങ്ങും സ്മാർട്ട് വർക്കുമായി ഒത്തുനോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ പരക്കപ്പായാതെ വന്ന ആളുകളിൽ നല്ല ലീഡറെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് ലീഡർഷിപ്പിന് കഴിവുള്ളത് ആരാണെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ അപ്ലൈൻ മെന്ററോട് സംസാരിച്ചുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന ലീഡറെയാണ്, സാറിന്റെ അഭിപ്രായം എന്താണ്, അയാൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന കഴിവുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. അടിയിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിലുള്ള ആളുകൾക്കൊക്കെ അതിന്റെ ബിസിനസ് വോളിയും വരുമാനവും കിട്ടും. അതുകൊണ്ട് നമ്മൾ വർക്ക് ഫോക്കസിങ്ങോടുകൂടി ഇന്ന സമയത്ത് ഇത്ര TC ലീഡേഴ്സ് ആൻഡ് അബോ ആളുകൾ എന്റെ ടീമിൽ വേണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആ ഓരോരോ നല്ല ലീഡേഴ്സ് വരുമ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ കൈപിടിച്ചുകൊണ്ട് അവരുടെ അടുത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. എന്റെ ടീമിൽ ഒരു TC ലീഡർ ആക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെയും ആവശ്യമാക്കി മാറ്റുമ്പോൾ നമ്മുടെ വർക്ക് അവിടെ ലിവറേജ് ചെയ്യും, നമ്മുടെ വർക്ക് സ്മാർട്ട് വർക്കായിട്ട് മാറും. അതുകൊണ്ട് ഓരോരോ ലീഡേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലീഡേഴ്സ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ പറയുന്ന രൂപത്തിൽ കൂടെ നിൽക്കാൻ റെഡിയാണ് എന്ന് അവരോട് സമ്മതിപ്പിച്ച് അത് നമ്മൾ എഴുതി വാങ്ങണം. എന്നിട്ട് അവരുടെ താഴെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഒരുപാട് കാലം അവർക്ക് വേണ്ടി വർക്ക് എടുത്ത് കഴിഞ്ഞ് അവസാനം ഞാനിതിനില്ല, എന്നോട് കഴിയൂല എന്ന് പറയുന്ന ആളുകളായി മാറരുത്.
തലല്ലാത്ത തെങ്ങുമ്മലെ നമ്മൾ കയറുന്ന പോലെ രൂപത്തില് നമ്മൾ ഒരിക്കലും നമ്മളെ വർക്കായി മാറാൻ പാടില്ല. അതിന് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാതെ അപ്ലൈൻ മെന്ററോട് ചോദിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഞങ്ങളെല്ലാവരും നിങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകാൻ പോവുകയാണ്, നിങ്ങൾ ഇതിൽ ലീഡറായി മാറുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ താഴെ നമ്മൾ ഒരു കവചപ്രാശം വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് വാങ്ങുകയാണെങ്കിലും അതിന്റെ ഒരു ഉപകാരം ഈ ലീഡർക്ക് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ആക്കി മാറ്റണം. നമ്മുടെ ടീമിലുള്ള നമ്മുടെ ലിസ്റ്റിലുള്ള ആളുകളും അവർക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ അവർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലീഡേഴ്സിന് മാറുന്ന രൂപത്തിൽ നമ്മൾ ആക്കി മാറ്റണം. അങ്ങനെ അവരും കൂടെയും ആവശ്യമായി മാറുമ്പോഴാണ് നമ്മുടെ ആവശ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്. ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക. സപ്പോർട്ട് എല്ലാ ലീഡേഴ്സും നമ്മൾ കൊടുക്കണം. ഇന്ന് ജോയിൻ ചെയ്ത ഏത് ആൾക്കാർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഫോക്കസ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്ത നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളിലേക്ക് ഫോക്കസ് പോകണം. അപ്പോൾ അവർ ലീഡറായി മാറും. നമ്മളെ താഴെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൽ വിജയിക്കുകയുള്ളൂ. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി കൂട്ടമായിക്കൊണ്ട് ഓരോരുത്തരെ ഫോക്കസ് ചെയ്യുക. അവിടെ ഒരു ദിവസവും ഒരു മണിക്കൂറും വിടാതെ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്താൽ അവർ ലീഡർഷിപ്പിലേക്ക് ഉയരും. അതിലൂടെ നമുക്ക് ഓരോരോ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ബിസിനസ് സിസ്റ്റം കണക്ട് ആണ്. ആ സിസ്റ്റത്തിനെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യണം. നമ്മുടെ ടീമിനെയും നമ്മുടെ ബെറി സ്റ്റാർ മുതലുള്ള ഇന്ന് ജോയിൻ ചെയ്ത ആളുകളെ വരെ നമ്മൾ നല്ല രീതിയിൽ ഐഡന്റിഫിക്കേഷൻ ചെയ്തുകൊണ്ട് അപ്ലൈനുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത് എന്റെ ടീമിൽ ഒരു ലീഡർ ആകാൻ പോകുന്ന ഒരു ആളാണ്, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കൈ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും പറയുമ്പോഴും അതുപോലെ തന്നെ എഴുതുമ്പോഴൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത ആളുകൾ അതിൽ വരണം. അപ്പോഴാണ് നമ്മൾക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ വർക്ക് സ്മാർട്ട് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും ഇനിയിപ്പോ 1 വർഷമായാലും 2 വർഷമായാലും 5 വർഷമായാലും ഫോക്കസ് ചെയ്യാതെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്നും നമ്മൾ ബെറി സ്റ്റാർ എടുക്കുന്ന അതേ പണി തന്നെ കാലാകാലം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് താഴെയുള്ള നല്ല നല്ല ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് അവരിലേക്ക് നീക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതില് ഓരോരോ ടാർഗറ്റ് ഉണ്ട്. അതായത് നമുക്ക് ബെറിഡേ ആകുന്ന സമയത്ത് നമ്മൾ ഇന്ന ഗോൾ അച്ചീവ് ചെയ്യണം, ഇന്ന ഡ്രീം നമുക്ക് അതിലൂടെ കരസ്ഥമാക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആളുകളിലേക്ക് അവരുടെ ഗോളുകളും ഡ്രീമുകളും സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോരോ പ്രോഗ്രാമുകളും നമുക്കിതിൽ സ്മാർട്ട് വർക്ക് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ നടക്കുന്ന ഈ നമ്മുടെ ഹൈഫ്ലേസ് മീറ്റിംഗ് ഓരോ ദിവസവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് തൊട്ട് തന്നെ നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദിവസവും നടക്കുന്ന പ്രോഗ്രാമാണ് നമ്മുടെ ഹൈഫ്ലേസ് മീറ്റിംഗ്. അതുപോലെ തന്നെ ആഴ്ചയിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. നമ്മുടെ കമ്പനി നടത്തുന്ന GTS-ഉം അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും ഓരോ ടീം നടക്കുന്ന BOP-യും അതുപോലെ തന്നെ NDO-കള് അതുപോലെ തന്നെ ഫോക്കസ് മീറ്റിംഗ് തുടങ്ങിയ ഓരോരോ പ്രോഗ്രാമുകളും നമുക്ക് ഇതിൽ വിജയിക്കാനുള്ള നമ്മുടെ സ്മാർട്ട് വർക്ക് ആക്കാനുള്ള പ്രോഗ്രാമുകളാണ്. നമ്മൾ ചെയ്യേണ്ടത് വിജയിച്ച ആളുകളെ കാണിച്ചു കൊടുക്കുക, അവരുടെ എക്സ്പീരിയൻസ് അവരെ കേൾപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രോഗ്രാമുകൾ നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്യണം. എന്റെ ടീമിലുള്ള മുഴുവൻ ആളുകളും ഹൈപ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അവർ പങ്കെടുക്കാത്ത ആളുകളെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട്, ഇപ്പൊ മഴയുടെ കാലമാണ്, ഒരുപാട് ആളുകൾ കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കൊക്കെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സുമായി കണക്ട് ആക്കിക്കൊണ്ട് ദിവസവും ഇപ്പോ നമുക്ക് ഇത് ശീലമാക്കി മാറ്റണം. കാരണം ഹൈപ്ലേസ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവിച്ച പോലെ, എന്റെ വീട്ടിൽ വലിയ മുസീബത്ത് പറ്റിയ പോലെ ആകണം. ആ രൂപത്തിലേക്ക് നമ്മൾ ഹൈപ്ലേസ് മീറ്റിംഗ് അവരുടെ തലയിൽ കയറ്റണം. ഒരു 40 ദിവസം ഒരേ കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ശീലമാകും. ആ ശീലമാക്കി മാറ്റണം. കാരണം നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ പാവപ്പെട്ടവരും പണക്കാരനുമാക്കുന്നത്. നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ രോഗിയും ആരോഗ്യമുള്ളവരുമാക്കുന്നത്. നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ കഴിവുള്ളവരും കഴിവില്ലാത്തവരുമാക്കുന്നത്. നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ ലീഡറും ലീഡർ അല്ലാത്തവരുമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഫ്ലേസ് മീറ്റിംഗ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ എന്റെ ടീമിൽ ഇത്ര പേരാണുള്ളത്.
അതിൽ ഇത്ര ശതമാനം ആളുകളാണ് ഇന്ന് ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. എന്റെ ടീമിൽ ഇത്ര ബെറിസ്റ്റാറുകളുണ്ട്, ആ ബെറിസ്റ്റാറുകളുടെ കൂട്ടത്തിൽ ഇത്ര പേരാണ് ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുത്തത്. പങ്കെടുക്കാത്തവരെ വീണ്ടും വിളിച്ച് ഇതിന്റെ സീരിയസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ടാർഗറ്റ് പൂർത്തിയാക്കണം. എന്റെ തീരുമാനം, എന്റെ ടീമിൽ നിന്ന് തന്നെ 100 ആളുകൾ ഈ മാസം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഹൈഫ്ലേസ് മീറ്റിംഗിൽ കയറണം. അതിന് ഓരോരോ ബെറിസ്റ്റാറുകളെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ടീമിൽ നിന്ന് ആരൊക്കെയാണ് പങ്കെടുത്തത് നമ്മളെ ഗ്രൂപ്പിൽ എഴുതി വിടാൻ വേണ്ടി പറയണം. അപ്പൊ ആ ബെറിസ്റ്റാറുകൾ തൊട്ട് താഴെയുള്ള ആളുകളെ വിളിക്കും. കുറച്ച് ആളുകളെ 8-10 ആളുകളെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്കറോട് പറയണം, നിങ്ങൾ ടീമിലെ ഹാജർ, നിങ്ങളുടെ സ്റ്റാർ റാങ്കിലുള്ള ആളുകളെ, ബെറിസ്റ്റാർ, ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ട്രാക്കർ കുറച്ച് ആളുകളെ ഉണ്ടുള്ളൂ, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ എണ്ണം കിട്ടും. അതുപോലെ തന്നെ ടീം കോർഡിനേറ്റർ ഫാസ്റ്റ് ട്രാക്കർക്ക് വിളിക്കണം. ആ ടീം കോർഡിനേറ്ററുകളെ അതിന്റെ മുകളിലുള്ള ലീഡേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ നിന്ന് എത്ര പേരാണ് പങ്കെടുത്തത് എന്ന കറക്റ്റ് എണ്ണം നമുക്ക് കിട്ടും. ഓരോ ദിവസവും അവർ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ടീമിന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഇതിൽ കറക്റ്റായി അറ്റൻഡ് ചെയ്യും. ഇത് ടീം നോക്കുന്നില്ലെങ്കിൽ എന്റെ ടീമിന് എന്നെ വേണ്ട, കാരണം ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വിളി പോലും എനിക്ക് കിട്ടുന്നില്ല, അതുപോലെ തന്നെ എന്നെ നോക്കുന്നില്ല എന്ന പരാതിയൊക്കെ ഈ രാവിലത്തെ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോ തന്നെ ഈ പരാതിയൊക്കെ മാറ്റിവെക്കാൻ സാധിക്കും. അതിലൂടെ അവർ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കൂടി ഒരുപാട് വലിയ വലിയ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസും അവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ അവർ ഇതിൽ അച്ചീവ് ചെയ്ത ഓരോ കാര്യങ്ങളും അത് എങ്ങനെയാണ് ഇതിൽ കരസ്ഥമാക്കി എന്നൊക്കെ നമുക്കിതിൽ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഹൈഫ്ലേസ് മീറ്റിംഗിന്റെ എണ്ണം, ഹാജർ നമ്മുടെ